ഹേ ഗായ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ഓണം എക്സാമിന് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ 28ഓളം മാർക്കിന് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇക്വേഷൻസ് നിങ്ങൾ മനഃപ്പാഠമാക്കിയേ പറ്റുള്ളൂ. ഇക്വേഷൻസ് നേരിട്ട് അപ്ലൈ ചെയ്ത പ്രോബ്ലംസ് ആണ് 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ് നമ്മുടെ ജൂൾസ് ലോ, H = I²RT, H = V²T/R, H = VIT എന്ന് പറയുന്ന ഇക്വേഷൻ. അത് കഴിഞ്ഞാൽ ഈ 3 ഇക്വേഷനിൽ നിന്നും T അങ്ങോട്ട് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പവറിന് ഇക്വേഷൻ കിട്ടും. പവർ = I²R, പവർ = V²/R, പവർ = VI. ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ പവർ ഉണ്ടല്ലോ, പവറിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, പവർ എന്ന് പറയുന്നത് H/T ആണ് കേട്ടോ. അല്ലെങ്കിൽ പവർ = വർക്ക് ബൈ ടൈമും പറയട്ടോ. അതായത് പവർ = H/T എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹീറ്റിൻ്റെ വാല്യൂ തന്നിട്ട് അല്ലെങ്കിൽ ഹീറ്റിൻ്റെ എനർജിയുടെ വാല്യൂ തന്നിട്ട് ടൈം തന്നിട്ട് നിങ്ങളോട് പവർ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ പവർ = H/T എന്ന ഇക്വേഷൻ ഓർമ്മ വേണം. T സെക്കൻഡിലും ആയിരിക്കണം കേട്ടോ. പിന്നെ വർക്ക് തന്നു കഴിഞ്ഞാൽ വർക്ക് ബൈ ടൈം എന്നും പറയാം. ഇനി നമ്മുടെ I = Q/T. I = Q/T. ഇവിടെ തന്നെ Q കാണാൻ ചോദിക്കും. I × T ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ ഓണപരീക്ഷകളിൽ ആവർത്തിക്കാറുണ്ട്. Q = I × T ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലം എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ പിന്നെ W = Q × V ഉണ്ട്. അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പൊട്ടൻഷ്യൽ കാണാൻ V = W/Q യൂസ് ചെയ്യാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ആംബിയറേജ് നിർബന്ധമായിട്ടും ഓണം എക്സാമിന് നിങ്ങൾ പക്ക പഠിച്ചു പോകണം. ആംബിയറേജ് എന്ന് പറഞ്ഞാൽ വാട്ടേജ്/വോൾട്ടേജ് ആണ്. അതായത് പവർ ബൈ വോൾട്ടേജ് ആണ് കേട്ടോ. അപ്പോൾ ആംബിയറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടേജ്/വോൾട്ടേജ് ആണ്. ഇനി നമ്മുടെ റെസിസ്റ്റൻസ് സീരീസിൽ വെച്ച് കഴിഞ്ഞാൽ R1 + R2 + R3 എക്സെട്രാ പോകും. ഓക്കെ, ഇനി സമാന്തര രീതിയിലാണെങ്കിൽ, അതായത് പാരലൽ ആണെങ്കിൽ 1/R effective = 1/R effective = 1/R1 + 1/R2 + 1/R3 എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇനി ഒരേ ടൈപ്പ്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഓമിൻ്റെ വെള്ള കാണില്ലല്ലോ, 5 ഓമിൻ്റെ 4 റെസിസ്റ്ററുകൾ സീരീസിൽ വെച്ച് കഴിഞ്ഞാൽ N × R ആണ്. അതായത് 5 റെസിസ്റ്റൻസ്, N എന്ന് പറഞ്ഞാൽ 4 അല്ലേ. സോ 4 × 5 ദാറ്റ് ഈസ് = 20 ഓം ആയിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാവുക. എന്നാൽ 5 ഓമുള്ള 4 റെസിസ്റ്ററുകൾ പാരലലായി വെക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് R/N ആണ്. R എന്ന് പറഞ്ഞാൽ 5 ആണ്, /4 N കൊടുത്താൽ മതി. സോ R/N-ഉം N × R മാറിപ്പോരുത്. N × R എന്ന് പറഞ്ഞാൽ സീരീസിലാണ് NRS, പിന്നെ R/N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലാണ് കേട്ടോ. ഓക്കെ, മാറിപ്പോരുത്. യെസ്. അത് കഴിഞ്ഞാൽ V = I × R, I = V/R, R = V/I. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്നറിയോ? നമ്മൾ പാരലൽ കണക്ഷൻ ആണെങ്കിൽ, പാരലലി ആണ് 2 റെസിസ്റ്ററുകൾ കണക്ട് ചെയ്തത് എങ്കിൽ, ഇപ്പോൾ ദാ ഇവിടെ റെസിസ്റ്റർ വെച്ചു, ഇതിപ്പോൾ R1, ഇത് R2, ഇങ്ങനെ 2 റെസിസ്റ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, പാരലലിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. സോ പാരലൽ കണക്ഷനിൽ റെസിസ്റ്റൻസ് കുറഞ്ഞ ആൾക്ക് കറൻറ്റ് കൂടുതലായിരിക്കും. കറൻറ്റ് കൂടുമ്പോൾ അത് മോർ ബ്രൈറ്റ്നസ് അതായത് നല്ല വെളിച്ചത്തിൽ കത്തും. ഓക്കെ, മാത്രമല്ല ഹീറ്റ് എനർജി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതായത് ഒരു R1 R2 എന്ന് പറയുന്ന 2 റെസിസ്റ്ററുകൾ, ഫോർ എക്സാമ്പിൾ ഒരു 40 ഓം ആയിരിക്കട്ടെ, 4 ഓം. ഒരു റെസിസ്റ്റർ 40 ഓമാണ്, 40 ഓമാണ്, മറ്റേത് 60 ഓമുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലേതിലാണ് കൂടുതൽ ഹീറ്റ് ഉണ്ടാവുക എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 40 ഓം അല്ലേ 60-നേക്കാളും ചെറിയ സംഖ്യ. സോ റെസിസ്റ്റൻസ് കുറഞ്ഞ ആൾക്ക് ആ റെസിസ്റ്ററിലൂടെ കറൻറ്റ് കൂടുതലായിട്ട് ഒഴുകും. കറൻറ്റ് കൂടിക്കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു H = I²RT, I കൂടിയാൽ H കൂടും. സോ ഹീറ്റ് കൂടും. അപ്പോൾ
പാരലൽ കണക്ഷനിൽ ഓർമ്മിക്കുക, പാരലൽ കണക്ഷനിൽ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടുന്നു, കറണ്ട് കൂടിയാൽ ഹീറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതിലാണ്? പാരലൽ കണക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞതിലായിരിക്കും. ഇനി സീരീസിലാണെങ്കിൽ നേരെ തിരിച്ച്, സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസ് ഏറ്റവും കൂടിയ ആളായിരിക്കും ബ്രൈറ്റ്നസ് കൂടുക, അതിന് ഹീറ്റ് കൂടുതൽ തരുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നിർബന്ധമായിട്ടും ഇത് പഠിച്ചിരിക്കണം. ഇതിൻ്റെ PDF ഞാൻ എന്ത് ചെയ്യാം, ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇട്ട് കൊടുക്കാം. വാട്സപ്പ് ചാനൽ ഇതാ ഈ ഒരു ഇക്വേഷൻസ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഈ ഒരൊറ്റ PDF പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ഇക്വേഷനും ഒരൊറ്റ PT-യിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറക്കണ്ട, നാളെ രാത്രി 7:15 കെമിസ്ട്രിയും ബയോളജിയും ലൈവായിട്ട് MS സൊല്യൂഷൻ വരുന്നുണ്ട്. തിക്കണ്ട, തിരക്കണ്ട, ടിക്കറ്റ് എടുക്കണ്ട. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.